നമ്മൾ എന്ത് പഠിച്ച് ആദ്യത്തെ മോഡൽ പഠിച്ചല്ലേ, ജെ തോമസിന്റെ മോഡൽ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ജെ തോമസും കഴിഞ്ഞിട്ട് ആറ്റത്തിനെ കുറിച്ച് പ്രപ്പോസ് ചെയ്ത ആളാണ് റുദർഫോർഡ്. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കുന്നത് എന്തുവാ, റുദർഫോർഡ് ആറ്റം മോഡൽ കേട്ടോ. റുദർഫോർഡ് ആറ്റം മോഡൽ. അപ്പൊ റുദർഫോർഡ് ആറ്റം മോഡൽ അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു എക്സ്പെരിമെന്റ് വരിക. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, ആ എക്സ്പെരിമെന്റ് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം പഠിക്കാറുണ്ട്. ആ എക്സ്പെരിമെന്റ് പേരാണ് റുദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് കേട്ടോ. അപ്പൊ ഇത് എപ്പോഴും എന്താ എക്സാമിന് വരുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിച്ചിരുന്നിട്ട് എന്ത് ചെയ്യത്തുള്ളത് നമുക്ക് മനസ്സിലാക്കും. റുദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പം റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തുന്ന എന്തിനാ, ആറ്റത്തിന്റെ മോഡൽ കണ്ടുപിടിക്കാൻ. എന്തിനാ, അദ്ദേഹത്തിന്റെ വിഷൻ എന്താ, അദ്ദേഹത്തിന്റെ ഒബ്ജക്ട് എന്താ, എന്ത് കണ്ടുപിടിക്കണം, ആറ്റത്തിന്റെ മോഡല് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ, അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹം ആദ്യം ഒരു ആൽഫ സോഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ത് ചെയ്യും, ആൽഫ റേയെ എമിറ്റ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എടുത്ത് ആൽഫ റേ എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അതിനെ ഒരു ലെഡ് ബ്രിക്സിന്റെ ഇടയിൽ കൂടെ കടത്തിവിടും കേട്ടോ. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ബ്രിക്സ് കേട്ടോ. ലെഡ് ബ്രിക്സ് കേട്ടോ. ഈ ലെഡ് ബ്രിക്സിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്ത് അദ്ദേഹം ആൽഫ സോഴ്സിനെ കടത്തിവിട്ടു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, ആൽഫ സോഴ്സ് ഇവിടുന്ന് വരുന്നത് എങ്ങനെ, ഭയങ്കര ഒരുപാട് കണ്ടോ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പക്ഷെ ആ ആൽഫ സോഴ്സിനെ എങ്ങനെ ആക്കി അദ്ദേഹം ലെഡ് ബ്രിക്കിൽ കൂടെ കടത്തി വിട്ടിട്ട് വളരെ സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ ആക്കി കണ്ടോ, വളരെ എന്താക്കി സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഈ ആൽഫ പാർട്ടിക്കിൾ ഒരു തിൻ ആയിട്ടുള്ള തിൻ ഗോൾഡ് കണ്ടോ, എന്താണ് വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫിലമെന്റ് അവിടെ വെച്ചു കേട്ടോ. തിന്നായിട്ടുള്ള ഗോൾഡ് ഫിലമെന്റ് വെച്ചു അതിനകത്ത് കോമ്പുകൾ എന്ത് ചെയ്യും, അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹാങ്ങിങ് കൊടുക്കും. ഏത് നമ്മുടെ തിൻ ഗോൾഡ് ഫിലമെന്റ് കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹാങ്ങിങ് കൊടുക്കും. അപ്പൊ നമുക്ക് വേണ്ട എന്താ, ഈ കണ്ടോ, ഈ തിൻ ഗോൾഡ് ഫിലമെന്റ് വന്ന് എന്ത് ചെയ്യും, നമ്മുടെ ആൽഫ സോഴ്സ് എന്ത് ചെയ്യും വന്ന്. അപ്പൊ ഈ തിൻ ഗോൾഡ് ഫിലമെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. തിൻ ഗോൾഡ് ഫിലമെന്റ് എന്ന് വെച്ചാൽ ഈ തിൻ ഗോൾഡ് ഫിലമെന്റിനകത്ത് ഒരു ഗോൾഡ് ആറ്റമേ ഉള്ളൂ, 1 ഗോൾഡ് ആറ്റമേ ഉള്ളൂ കണ്ടോ. അതുകൊണ്ടാണ് അത് ഇത്രയും തിന്നായിട്ട്. ഈ ഗോൾഡ് എടുത്ത് എന്താ കാരണം, ഗോൾഡ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരുപാട് തിന്നാക്കിയാലും അത് എന്ത് ചെയ്തില്ല, പൊടിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എടുത്തത്, ഗോൾഡ് എടുത്തത്. അപ്പൊ ഈ ഗോൾഡ് എന്ത് ചെയ്തു, ഒരുപാട് തിന്നാക്കി, എന്നിട്ട് അതിനകത്ത് എന്താക്കി, ഒരാറ്റം ഉള്ളതെന്ന് സങ്കല്പിച്ചിലേക്ക് ഒരാറ്റത്തിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ നമ്മുടെ എങ്ങനെയാണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഫസ്റ്റ് തുടങ്ങുന്നത്, ഇങ്ങനെ ഒരു ആൽഫ സോഴ്സ് അല്ലെ, ആൽഫ സോഴ്സിനെ ഇതിൽ കൂടെ കടത്തി വിടും, ലെഡ് ബ്രിക്സിൽ കൂടെ കടത്തി വിടും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, അതിനെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലോട്ടാക്കാൻ അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ പാത്തിലോട്ടാക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ആൽഫ പാർട്ടിക്കിളിനെ എങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിപ്പിക്കും, ഏതെങ്കിലും ഒരു തിൻ ഗോൾഡ് ഫിലമെന്റ് അല്ലെ, ആ തിൻ ഗോൾഡ് ഫിലമെന്റിനകത്ത് എന്തുകൊണ്ട്, ഒരു ഗോൾഡ് ആറ്റം ഉണ്ട്, അതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇടിപ്പിക്കും. അപ്പൊ നോക്കിക്കേ എന്ത് സംഭവിക്കുന്നു നമ്മൾ നോക്കാം. ഇനി നോക്കിക്കേ, ഇതിന്റെ കുറച്ച് ദൂരെ എന്ത് ചെയ്യണമെന്നറിയാം, ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഈ സ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്ന സിങ്ക് സൾഫൈഡ് വെച്ചിട്ടാണ് കേട്ടോ. സിങ്ക് സൾഫൈഡ് വെച്ചിട്ട് ഉള്ള ഒരു സ്ക്രീൻ. ഈ സ്ക്രീനിൽ എന്ത് ചെയ്യും, നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നതും സ്കാറ്റർ ചെയ്യാത്തതൊക്കെ വന്നിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ സിങ്ക് സ്ക്രീനിൽ എന്ത് ചെയ്യും, ലൈറ്റ് കത്തും മിന്നി മറയും. അപ്പൊ ആ ലൈറ്റ് കത്തും മിന്നി മറയുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുകൊണ്ട്, ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി എന്തൊക്കെയാണ്, ആൽഫ സോഴ്സ്, ലെഡ് ബ്രേക്ക്, പിന്നെ എന്തുകൊണ്ട് തിൻ ഗോൾഡ് ഫിലമെന്റ് അല്ലെ. കുറച്ച് ദൂരെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു സിങ്ക് സൾഫൈഡിന്റെ എന്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, അപ്പൊ അദ്ദേഹം കണ്ട കാഴ്ചയുണ്ട്, എന്ത് ചെയ്ത് ആൽഫ സോഴ്സ് ഈ തിൻ ഗോൾഡ് ഫിലമെന്റ് വന്നിരിക്കുമ്പോ ഇവിടെ ഇടിക്കുന്ന 90% എന്താ 90% ആൽഫ പാർട്ടിക്കിളും എന്ത് ചെയ്യും, നേരെ അങ്ങ് പോകും കേട്ടോ. 90% എന്ത് ചെയ്യും, നേരെ പോകും കേട്ടോ. അദ്ദേഹം കണ്ട എന്താ, 90% ആൽഫ പാർട്ടിക്കിളും എന്ത് ചെയ്യും, നേരെ അങ്ങ് പോവുക. ഒരു ഡിഫ്ലക്ഷനും എന്ത് ചെയ്തില്ല, സംഭവിക്കുന്നില്ല. ഒരു കാര്യം എന്ത് ചെയ്തില്ല, സംഭവിക്കുന്നില്ല. ഇതിനകത്തുനിന്ന് നേരെ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഈ ഗോൾഡ് ആറ്റത്തിൽ കൂടെ എന്ത് ചെയ്യും,
അങ്ങ് കടന്നു. പിന്നെ ഉണ്ട് ഒരു 10%, അതെന്ത് ചെയ്യും, അത് കുറച്ച് എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും കേട്ടോ. കുറച്ച് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും കേട്ടോ. ആ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത്രയും എന്തായിരിക്കും, വളരെ വലുതായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പം എന്താ, യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോകുന്ന തിരിച്ച് കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന എന്തായിരിക്കും, വളരെ കുറച്ച് ശതമാനം ഉള്ളതായിരിക്കും കണ്ടോ. 1% ആയിരിക്കും എന്തെന്ന് പറയുന്നത് തിരിച്ച് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും കണ്ടോ. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്ന എന്താ, നമ്മുടെ ആൽഫ സോഴ്സിൽ വരുന്ന ആൽഫ പാർട്ടികള് 90% എന്ത് ചെയ്യത്തില്ല, ഒരു റിഫ്ലക്ഷനും എന്ത് ചെയ്യത്തില്ല, ഒരു റിഫ്ലക്ഷനും ഇല്ലാതെ അതെന്ത് ചെയ്യും, നമ്മുടെ ഗോൾഡ് ആറ്റത്തിൽ കൂടെ കടന്നു പോകും. പിന്നെ എന്ത് ചെയ്ത്, പിന്നെ 10% ഉള്ള ആൽഫ പാർട്ടികൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്ത് എന്തുകൊണ്ടാണ് 90% ആൽഫ പാർട്ടികളും എന്ത് ചെയ്തത്, നമ്മുടെ ആറ്റത്തിൽ കൂടെ കടന്നുപോയത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അത് മനസ്സിലായി 90% ആൽഫ പാർട്ടികളും ആറ്റത്തിൽ കൂടെ കടന്നുപോയത് എന്താ, ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. ആറ്റത്തിനകത്ത് എന്തുകൊണ്ട്, ഒരുപാട് ആറ്റം ഹാസ് ലോട്ട് ഓഫ് എംപ്റ്റി സ്പേസ് ഉണ്ട് കേട്ടോ. ആറ്റത്തിനകത്ത് എന്തുകൊണ്ട്, ഒരുപാട് എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് എന്ത് ചെയ്ത് റുദർഫോർഡിന് മനസ്സിലായി. കാരണം എന്താ, കാരണം ആൽഫ പാർട്ടികൾ വന്ന ആൽഫ പാർട്ടികളെല്ലാം എന്ത് ചെയ്ത് ആ ആറ്റത്തിൽ കൂടെ കടന്നുപോയി. അപ്പൊ ആറ്റത്തിൽ കൂടെ തന്നെ കടന്നു പോകണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം, ഒരുപാട് എംപ്റ്റി സ്പേസ് വേണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആൽഫ പാർട്ടികളെല്ലാം കടന്നുപോയത്. അപ്പൊ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്താ, ആറ്റം ഹാസ് ലോട്ട് ഓഫ് എംപ്റ്റി സ്പേസ് കേട്ടോ. ഒരുപാട് എംപ്റ്റി സ്പേസ് ഉണ്ട് ആറ്റത്തിനകത്ത്. അതുകൊണ്ട് എന്തായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ആൽഫ പാർട്ടികൾ എന്ത് ചെയ്തത്, ഇങ്ങനെ 90% ഇങ്ങനെ ഒരു റിഫ്ലക്ഷനും ഒരു കാര്യമില്ലാതെ എന്ത് ചെയ്ത് കടന്നു. പിന്നെ അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു, അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 10% ആൽഫ പാർട്ടികൾ എന്ത് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്തു അല്ലെ. 10% ആൽഫ പാർട്ടികൾ ഡിഫ്ലക്ട് ചെയ്തു. അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്തത്, 10% ആൽഫ പാർട്ടികൾ എന്ത് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്തു, അതെന്തുകൊണ്ടായിരിക്കും എന്ന് അദ്ദേഹം എന്ത് ചെയ്ത് ചിന്തിച്ചു. അപ്പൊ നോക്കിക്കേ, ആൽഫ പാർട്ടികളുടെ ചാർജ് എന്താ, പോസിറ്റീവ് ആണ്. ആൽഫ പാർട്ടികളുടെ ചാർജ് എന്താ, പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അല്ലെ, പോസിറ്റീവ് ചാർജ് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഈ ആറ്റത്തിനകത്ത് എന്ത് വേണം, ഒരു പോസിറ്റീവ് ചാർജ് വേണം കേട്ടോ അല്ലെ. ആൽഫ പാർട്ടികൾ ഒരു പോസിറ്റീവ് ചാർജ് ബോഡിയാണ്. ആ പോസിറ്റീവ് ചാർജ് ബോഡി അല്ലെ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇതിനകത്ത് എന്ത് ചെയ്യണം, ഒരു പോസിറ്റീവ് ചാർജ് ബോഡി അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ആറ്റത്തിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിലും അതിന്റെ ഇടയിൽ എന്തുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ബോഡി ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ. ഒരു പോസിറ്റീവ് ചാർജ് ബോഡി ഉണ്ടെന്ന് ആർക്ക് മനസ്സിലായി, നമ്മുടെ റുദർഫോർഡിന് മനസ്സിലായി കണ്ടോ. അതിനുശേഷം ആ പോസിറ്റീവ് ചാർജ് ബോഡി അദ്ദേഹം എന്ത് വിളിച്ചു, ന്യൂക്ലിയസ് എന്ന് വിളിച്ചു കണ്ടോ. അദ്ദേഹം എന്ത് വിളിച്ചു, ന്യൂക്ലിയസ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം എന്താണ് മെയിൻ ആയിട്ട് ഒബ്സർവ് ചെയ്തത്, ആറ്റത്തിന് എന്തുണ്ട്, ഒരുപാട് എംപ്റ്റി സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ആറ്റത്തിന് അകത്ത് എന്തുകൊണ്ട്, ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് ബോഡി ഉണ്ട്. അതുകൊണ്ടാണ് ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ആ പോസിറ്റീവ് ചാർജ് ബോഡി അദ്ദേഹം എന്ത് വിളിച്ചു, ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്.